എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൽ പുതിയ മന്ത്രിസഭ അധികാരമേറ്റു. മുഖ്യമന്ത്രിയായി, മന്ത്രിമാരായി, വകുപ്പ് വിഭജനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ പല പ്രഖ്യാപനങ്ങളുണ്ടായി. എന്നാൽ ഇന്നുണ്ടായ പ്രഖ്യാപനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രഖ്യാപനം ഈ കെ-റെയിൽ പദ്ധതി ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇത് UDFൻ്റെ ഒരു വാഗ്ദാനമായിരുന്നു, അധികാരത്തിൽ വന്നാൽ കെ-റെയിൽ പദ്ധതി ഉപേക്ഷിക്കും എന്നുള്ളത്. അപ്പോൾ ഈ പദ്ധതി കടന്നു പോകുന്ന പ്രദേശത്തുള്ള ജനങ്ങൾ വലിയ സന്തുഷ്ടരാണ്. അവർ പലരും ലഡു വാങ്ങിച്ച് വിതരണം ചെയ്യുകയാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പല വീഡിയോകൾ ഞാൻ കണ്ടു. ചില വീഡിയോയിലെ കമൻറ്റുകൾ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാനും ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഒരാൾ എഴുതിയേക്കുന്ന കമൻറ്റ് എന്നെ വല്ലാതെ ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം പറയുകയാണ്, ഒരു മുഖ്യമന്ത്രി പല്ലിളിച്ച് കാണിച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. ഇങ്ങനെ ആരെ കണ്ടാലും, അദ്ദേഹം എഴുതിയിരിക്കുന്നതാണ്, ഇത് ആരെ കണ്ടാലും ഇങ്ങനെ ഇളിച്ച് കാണിച്ചാൽ ഒരു നല്ല ഭരണാധികാരിയാകാനൊന്നും സാധ്യമല്ല എന്നൊരാളൊരു കമൻറ്റ് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഈ കെ-റെയിൽ പദ്ധതി ഉപേക്ഷിച്ചതുമായി ബന്ധപ്പെട്ട് ഉള്ള വാർത്തകളുടെ താഴെ വന്നേക്കുന്ന കമൻറ്റുകൾ നമ്മൾ വായിച്ചാൽ പല ആളുകളും എഴുതിയിരിക്കുന്നത് ഇനി നമുക്ക് കാളവണ്ടി യുഗത്തിൽ ജീവിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ചില ആളുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, ഇനി നാഷണൽ ഹൈവേക്ക് വേണ്ടി എടുത്തിരിക്കുന്ന സ്ഥലവും കൂടെ അത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം. അതുമാത്രമല്ല, പുതിയ തുരങ്കങ്ങളൊക്കെ നിർമ്മിക്കുന്നുണ്ട്, അത് നിർത്തലാക്കണം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒരു റോഡോ ഒരു പാലമോ ഒരു സാധനം ഉണ്ടാക്കരുത് എന്നാണ് ഇപ്പോൾ ആളുകൾ പറയുന്നത്. കളിയാക്കി പറഞ്ഞതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആന മണ്ടത്തരം എന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ. ഒരു ഭരണാധികാരിക്ക് വേണ്ടത് ഒരു 50 വർഷം മുമ്പോട്ട് കാണാനുള്ള ഒരു കാഴ്ചപ്പാടാണ് വേണ്ടത്. ഈ ജനങ്ങളുടെ കയ്യടി വാങ്ങിക്കണം, ആരെയും അസ്വസ്ഥമാക്കാൻ പാടില്ല, എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് മാത്രം മുമ്പോട്ട് പോകണമെന്ന് ചിന്തിച്ചാൽ ഇവിടെ ഒരു പദ്ധതി നടക്കില്ല. വാസ്തവത്തിൽ ഈ കെ-റെയിൽ എന്ന പദ്ധതി ഉപേക്ഷിച്ചത് കൊണ്ട് കേരളത്തിലുണ്ടാകാൻ പോകുന്ന വികസന പദ്ധതികളെ അത് മുളയിലെ തന്നെ നുള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. വാസ്തവത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഒരു ഭൂലോക മണ്ടന്മാരാണ് ഈ തവണത്തെ അധികാരത്തിൽ വന്നിരിക്കുന്നതെന്ന് പറയാനായിട്ട് സാധിക്കും. അത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണമുണ്ട്. ആദ്യം എന്താണ് ഈ കെ-റെയിൽ പദ്ധതി എന്ന് നമ്മൾ മനസ്സിലാക്കണം. കെ-റെയിൽ പദ്ധതി അല്ലെങ്കിൽ കെ-റെയിൽ പ്രൊജക്റ്റിന് സിൽവർ ലൈൻ പ്രൊജക്റ്റ് എന്നും ആണ് അറിയപ്പെടുന്നത്. ഇത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ, അല്ലെങ്കിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഏതാണ്ട് 532 കിലോമീറ്റർ, കൃത്യമായി പറഞ്ഞാൽ 532 കിലോമീറ്ററും 185 മീറ്ററും, ഇത്രയും ദീർഘദൂര ഒരു റെയിൽവേ പദ്ധതിയാണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സെമി ഹൈസ്പീഡ് റെയിൽവേ പ്രൊജക്റ്റാണിത്. അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു ബസ് യാത്ര ചെയ്യണമെങ്കിൽ 10 മുതൽ 12 മണിക്കൂറാണ് ഈ യാത്രാ ടൈം എടുക്കുന്നത്. എന്നാൽ ഈ കെ-റെയിൽ പ്രൊജക്റ്റ് നിലവിൽ വന്നാൽ അതിനെ വെറും 4 മണിക്കൂർ കൊണ്ട് കാസർഗോഡിൽ നിന്ന് ഒരാൾക്ക് തിരുവനന്തപുരത്തും തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾക്ക് കാസർഗോഡ് എത്താനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ഒരാൾക്ക് തിരുവനന്തപുരത്ത് ജോലിക്ക് പോകണമെങ്കിൽ വെറും നിസാര സമയം കൊണ്ട് അവിടെ എത്തിച്ചേരാം. അതുപോലെ തന്നെ തിരിച്ചും വരാം. ഇതിൽ ലഭിക്കുന്നതായിട്ടുള്ള പല ഗുണങ്ങളുണ്ട്. ട്രാഫിക് നിയന്ത്രണം എന്ന് പറഞ്ഞാൽ ഈ ട്രാഫിക് ബ്ലോക്ക് ഒന്ന് ഒഴിവാകാം. പല ചെലവുകൾ കുറയ്ക്കാനായിട്ട് സാധിക്കും.
അപ്പോൾ ഇത് സംഭവിച്ചതെന്നു ചോദിച്ചാൽ ഇതിന് ചിലവാകുന്ന തുക ഏതാണ്ട് 63,940 കോടി രൂപയാണ്. 41 കോടി, ഒരു ധാരണ പറഞ്ഞാൽ 63,941 കോടി രൂപയാണ് ഇതിൻ്റെ ചിലവ്. പക്ഷേ അത് ഈ തുകയിൽ നിന്ന് ചിലപ്പോൾ 1,24,000 കോടി രൂപയിലേക്കും അത് വരാം എന്നുള്ള ഒരു അനുമാനം അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ശരിക്കും ഇത്രയും പണം മുടക്കി കേരളത്തിൽ ഒരു ഹൈ സ്പീഡ് റെയിൽവേ കൊണ്ടുവരുമ്പോൾ നമുക്ക് അത് വികസനത്തിന് ഏറ്റവും വലിയൊരു വികസനമല്ലേ അത്? പിന്നെ എന്തുകൊണ്ടാണ് ഈ കാഴ്ചപ്പാടില്ലാത്ത ഇവർ ഇതിനെ എതിർത്തത്? അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് 11 സ്റ്റോപ്പുകളാണ് ഈ ട്രെയിനിന് ഉള്ളത്. 4 മണിക്കൂർ കൊണ്ട് ഇത് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്തുകയാണ്. ഇതിന് വേണ്ടത് 1200 ഹെക്ടർ സ്ഥലമാണ് വേണ്ടത്. 1200 ഹെക്ടർ സ്ഥലമാണ് വേണ്ടത്. ഇത് കണ്ടെത്തി കൊടുക്കണം. ഇതാണ് ഇതിൻ്റെ അകത്തെ പ്രശ്നം. അപ്പോൾ ഈ റെയിൽ പ്രൊജക്റ്റ് ആവശ്യമാണോ? ആണ്. നമ്മുടെ രാജ്യം ഓരോ ദിവസം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനേറെ ഉത്തർപ്രദേശിൽ പോലും എക്സ്പ്രസ് ഹൈവേകളുണ്ട്. അതായത് നോയിഡ മുതൽ ഈ ഇലഹബാദ് വരെ വരുന്ന ഗംഗാ എക്സ്പ്രസ് ഹൈവേ വരെ വന്നു. എത്ര വണ്ടികൾ ഒന്നിച്ചു പോകാമെന്ന രീതിയിലുള്ള ഹൈവേകൾ വരെ വന്നു. നമ്മുടെ രാജ്യത്തിന് ഒരു ഹൈവേ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു റെയിൽവേ പ്രൊജക്റ്റ് വരുമ്പോൾ സ്ഥലം പിന്നെ ഏറ്റെടുക്കണ്ടേ? സ്ഥലം ഏറ്റെടുക്കാതെ പിന്നെ എതിലെയാണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്? അപ്പോൾ എത്ര വലിയ മണ്ടന്മാരാണ് ഇവർ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ. ഇവർ മുമ്പോട്ട് വയ്ക്കുന്ന ആശയം, ഇതിനകത്ത് വരുന്ന പ്രശ്നം ഇതാണ്: 10,000 കുടുംബങ്ങളെ ഒഴിപ്പിക്കണം. അതോടൊപ്പം തന്നെ കൃഷി സ്ഥലങ്ങൾ പോകും. 1200 ഹെക്ടർ സ്ഥലമാണ് പോകുന്നത്. പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞാൽ ഇത് കണ്ടെത്തി കൊടുക്കാൻ കേരളത്തിന് കഴിയുന്നില്ല. ഇത്രയും ജനങ്ങളെ ഇവിടുന്ന് മാറ്റി പാർപ്പിക്കണം. ജനങ്ങളെ മാറ്റി പാർപ്പിക്കാതെ ഇവിടെ എന്തെങ്കിലും ഒരു പരിപാടി നടക്കുമോ? ഒരു റോഡ് വരുമോ? ഒരു പാലം വരുമോ? അപ്പോൾ നമ്മളിത് മനസ്സിലാക്കേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ, ഈ പ്രതിപക്ഷത്തിൻ്റെ ഈ എതിർപ്പാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഇതിനുള്ള അംഗീകാരം മേടിച്ചെടുക്കാനും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫണ്ട് കണ്ടെത്താനും ഒക്കെ കഴിയണം. അതിന് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിച്ചാലേ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ അകത്ത് കോൺഗ്രസ് കാണിച്ച പരിപാടി എന്നാന്ന് ചോദിച്ചാൽ, ഈ റെയിൽ പോലെ ഒരു പദ്ധതി കേരളത്തിൽ വന്നാൽ അത് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു വിജയമായി തീരും. അങ്ങനെ വരുമ്പോൾ തങ്ങൾക്ക് പിന്നീട് തങ്ങളുടെ ഭരണത്തെ ബാധിക്കുകയോ അല്ലെങ്കിൽ അധികാരത്തിൽ എത്തിച്ചേരാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ഇതാണ് ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന വിഷയം 10,000 കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കണം. എവിടെ പാലം പണിതാലും, എവിടെ റോഡ് പണിതാലും, എവിടെ മെട്രോ റെയിൽവേ ട്രെയിൻ ഇത് വന്നാലും ജനത്തെ മാറ്റി പാർപ്പിക്കണം. ജനം താമസിക്കുന്ന സ്ഥലത്തോടെ അല്ലാതെ, അല്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യണം? സമുദ്രത്തിലൂടെ എന്തു ചെയ്യണം? തുരങ്കം നിർമ്മിച്ച് അതിലേ പോകേണ്ടി വരും. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടതുപക്ഷ ഗവൺമെൻറ് കൊണ്ടുവന്ന ഈ റെയിൽ പ്രൊജക്റ്റ് നല്ലൊരു പ്രൊജക്റ്റായിരുന്നു. അത് ജനത്തിന് ഗുണകരമായൊരു പ്രൊജക്റ്റായിരുന്നു. ലോകരാജ്യങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മറ്റുള്ള സംസ്ഥാനങ്ങൾക്കൊക്കെ ലഭിക്കാത്ത രീതിയിൽ കേരളത്തിന് ഒരു വൻ കുതിച്ചുചാട്ടം തന്നെ നടത്താനായിട്ട് കഴിയുമായിരുന്നു. ഇന്ത്യയിൽ തന്നെ ആദ്യത്തേതായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് പൂർത്തീകരിക്കുകയും ചെയ്യുന്ന ഒരു റെയിൽവേ പ്രൊജക്റ്റായിട്ട് അത് മാറുകയും ചെയ്യുമായിരുന്നു. ജനങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനമുണ്ടാകുമായിരുന്നു. എന്നാൽ ജനങ്ങൾക്ക് പ്രയോജനമുണ്ടാകേണ്ട ഈ കാര്യത്തെ ചില മുട്ടായുക്തി തടസ്സങ്ങളൊക്കെ പറഞ്ഞ് ഇതിനെ നശിപ്പിച്ചു ഈ കോൺഗ്രസ്, UDF എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ആന മണ്ടത്തരം എന്ന് മാത്രമേ ഇതിന് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള
ഇത്രയും വികസന വിരുദ്ധരായ, മുമ്പോട്ട് കാഴ്ചപ്പാടില്ലാത്ത ഇവരെ കൊണ്ട് നമ്മുടെ ഈ രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഈ കേരളത്തിൽ എന്തെങ്കിലും ഒരു വികസനം ഉണ്ടാക്കാനായിട്ട് സാധിക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ കഴിഞ്ഞ 10 വർഷം കോൺഗ്രസ് ആണ് ഇവിടെ ഭരിച്ചിരുന്നെങ്കിൽ ഈ പറയപ്പെടുന്ന ഈ ഹൈവേയോ നാഷണൽ ഹൈവേയോ റോഡുകളോ പാലങ്ങളോ വല്ലതും വരുമായിരുന്നു. അവർ പറയും സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കണം, അത് വലിയ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഇതൊന്നും ഇവിടെ നടക്കില്ല. പിന്നെ ജീവിതകാലം മുഴുവനും ഒരാളെ ഇവിടെ നിന്ന് കുടിയൊഴിപ്പിക്കാൻ പറ്റത്തില്ല, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യവും ചെയ്യുകയില്ല എന്ന് തീരുമാനിച്ചാൽ ഇവിടെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് പോലും ഇടാൻ സാധ്യമല്ല. അപ്പോൾ വാസ്തവത്തിൽ ഇതൊക്കെ ഇവർക്ക് അറിയത്തില്ലാഞ്ഞിട്ടല്ല, പക്ഷേ LDF ഗവൺമെൻറ്റിന് ഉണ്ടാകുന്ന നേട്ടത്തെ ഓർത്ത് ഇവരിത് മനഃപൂർവ്വം ചവിട്ടിയതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് വലിയ കമൻറ്റുകളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ചില കമൻറ്റുകൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഒരാൾ എഴുതിയേക്കുന്നതാണ്, കളിയാക്കിക്കൊണ്ടാണ് എഴുതിയേക്കുന്നത്. തീർത്തും ബുദ്ധിപരമായ തീരുമാനം. കാരണം മലയാളിക്ക് സിൽവർ ലൈൻ, ഹൈവേ, ബ്രിഡ്ജ്, വയനാട് തുരങ്കം ഇതൊന്നും വേണമെന്നില്ല. മുഖ്യമന്ത്രി എപ്പോഴും പല്ലിളിച്ച് കാണിച്ചാൽ മതി, കൂക്കി എന്നൊക്കെ പറഞ്ഞിരുന്നാൽ മതി. അതിന് ഒരുപാട് പേര് ലൈക്ക് ചെയ്തിരിക്കണത്. ഇനി ഏറ്റവും നല്ല തീരുമാനം, ഇതിലപ്പുറം നിങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാനില്ല. കഴിഞ്ഞ സർക്കാർ കൊണ്ടുവന്ന എല്ലാ വികസന പദ്ധതികളെയും നിങ്ങൾ റദ്ദ് ചെയ്യണം, അട്ടിമറിക്കണം എന്നാണ് അടുത്ത ഒരാൾ എഴുതിയേക്കുന്നത്. അടുത്തത് മലയോര ഹൈവേ, തീരദേശ ഹൈവേ, വയനാട് തുരങ്കപാത എല്ലാം റദ്ദ് ചെയ്യണം എന്നാണ് അടുത്ത ഒരാൾ എഴുതിയിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് ഇവറ്റകളെ പോലുള്ള പിന്തിരിപ്പൻ ടീമുകളെ മാത്രമേ വിധിച്ചിട്ടുള്ളൂ. അടുത്ത തലമുറ ഇവറ്റകളുടെ നടപടികളെ കാർക്കിച്ച് തുപ്പും. ഒരാൾ എഴുതിയേക്കണം. എന്ത് നല്ല രസമുള്ള വാർത്ത! ഒരാൾ പോലും ഈ VD സതീശൻ്റെ ഈ പ്രഖ്യാപനത്തെ അനുകൂലിച്ച് രംഗത്ത് വന്നിട്ടില്ല. ഇനി വന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും സുഡാപ്പികളോ അല്ലെങ്കിൽ ചില കോൺഗ്രസ്സുകാരും ഉള്ളൂ. കഴിയുമെങ്കിൽ ദേശീയപാതയ്ക്കായി സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത ഭൂമി കൂടെ തിരിച്ചു കൊടുക്കണം. ദേശീയപാതയ്ക്ക് സ്ഥലം ഏറ്റെടുത്ത് തിരിച്ചു കൊടുക്കണമെന്നാണ്. ഇനി വയനാട് തുരങ്കം റദ്ദാക്കുമ്പോൾ വയനാടുകാർക്ക് ആശ്വസിക്കാം. വളരെ ബുദ്ധിപരമായ തീരുമാനം. കാരണം മലയാളികൾക്ക് ഇന്നും ആവശ്യമുള്ളത് കോമാളിത്തരങ്ങൾ അഭിനയിച്ച് കാണിച്ച് ഇളിച്ച് നടക്കുന്ന അല്ലെങ്കിൽ ഇളിച്ച് കാണിക്കുന്ന ഒരു നിലപാടുമില്ലാത്ത മുഖ്യമന്ത്രി ഇതുപോലെയുള്ളവരെയാണ്. അടുത്ത ആളെ എഴുതിയേക്കുന്നത്, ഏറ്റെടുക്കുന്ന പദ്ധതികൾ പൂർത്തീകരിക്കാൻ ചങ്കൂറ്റം വേണം. ഇവരാണ് ഇവിടെ ഭരിച്ചിരുന്നെങ്കിൽ ഈ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി വരികയില്ലായിരുന്നു, ഫോൺ വരത്തില്ലായിരുന്നു, ബാങ്ക് വരത്തില്ലായിരുന്നു, ഒന്നും വരികയില്ലായിരുന്നു. അതുമാത്രമല്ല, ഒരാൾ എഴുതിയേക്കുന്നു വിനോദ് കുമാർ, എന്തൊരു സന്തോഷമാണ് നിർത്തലാക്കി എന്ന് പറയുമ്പോൾ എന്തൊരു സന്തോഷമാണ് ആ മുഖത്ത് തെളിഞ്ഞു കാണുന്നത്. അടുത്തത്, ലോകരാജ്യങ്ങൾ മുഴുവൻ അതിവേഗ റെയിൽവേ ശൃംഖലകളിലൂടെ വികസനത്തിൻ്റെ പുതിയ ആകാശം തൊടുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്? ചൈനയും ജപ്പാനും ബുള്ളറ്റ് ട്രെയിനിലൂടെ തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ മാറ്റിമറിച്ചു. ദുർഘടമായ ഹിമാലയൻ മലനിരകൾ തുരന്ന് ഇന്ത്യൻ റെയിൽവേ പോലും കാശ്മീരിലേക്കും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കും അതിവേഗ പാതകൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. വരും തലമുറയ്ക്ക് വേണ്ടി കേരളത്തിന് നല്ലതാകേണ്ടിയിരുന്ന ഈ ഹൈസ്പീഡ് റെയിൽവേ റെയിൽ പദ്ധതി രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാത്രം ഇത് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. വികസന വിരോധത്തിൻ്റെ രാഷ്ട്രീയം കേരളത്തിൻ്റെ യാത്രാ ക്ലേശത്തിന് ശാശ്വത പരിഹാരമാകേണ്ടിയിരുന്ന, മണിക്കൂറുകൾ ലാഭിക്കാമായിരുന്ന ഒരു സ്വപ്ന പദ്ധതിയാണ് ചിലർ ചേർന്ന് ഇല്ലാതാക്കിയത്. അന്ധമായ എതിർപ്പ് പദ്ധതികളെക്കുറിച്ച് ജനങ്ങളിൽ തെറ്റിദ്ധാരണയും ഭീതിയും വിതച്ചു. രാഷ്ട്രീയ കോമാളിത്തരം നാടിൻ്റെ പുരോഗതിയേക്കാൾ വലുത് സ്വന്തം രാഷ്ട്രീയ അജണ്ടകളാണെന്ന് ചില പ്രതിപക്ഷ സംഘടനകൾ തെളിയിച്ചു.
കേരളത്തെ തളർത്താൻ. വികസനമില്ലെങ്കിൽ നിക്ഷേപമില്ല, തൊഴിലില്ല. നമ്മുടെ യുവതലമുറയെ മുഴുവൻ നാട് വിടാൻ നിർബന്ധിതരാക്കുന്ന ഈ നിലപാട് അംഗീകരിക്കാൻ പറ്റില്ല. ചോദ്യം ബാക്കിയാണ്. അയൽ സംസ്ഥാനങ്ങൾ വ്യവസായ യാത്രാ സൗകര്യങ്ങൾ വർദ്ധിച്ച് കുതിച്ചു പായുമ്പോൾ വരും തലമുറയോട് നമ്മൾ എന്ത് മറുപടി പറയും? വികസന കാര്യത്തിൽ രാഷ്ട്രീയം കളിച്ച് നാടിനെ ഇരുണ്ട യുഗത്തിലേക്ക് തള്ളിവിടുന്നവർ ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലായിരിക്കും ഇവരുടെയൊക്കെ സ്ഥാനം. കണ്ടോ, ഇതാണ് പൊതുജനം എഴുതിയേക്കുന്നതാണ്. ഇങ്ങനെ ഒരുപാട് കമൻറ്റുകളുണ്ട്. അപ്പോൾ എന്തായാലും ഈ വി.ഡി. സതീശനെ പോലെയുള്ള ഇവർ കാണിക്കുന്ന ഈ ആന മണ്ടത്തരം കേരളത്തിൻ്റെ വികസനത്തെ ശക്തമായി ബാധിക്കുമെന്ന് മാത്രമല്ല, ഇതുപോലെയുള്ളവർക്കൊന്നും യാതൊരു കാഴ്ചപ്പാടില്ല എന്ന് മാത്രമല്ല, ഇവരെ കൊണ്ട് ഈ കേരളത്തിൽ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഇവർക്ക് ഒരു വികസനവും ഇവരെ സംബന്ധിച്ച് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഇതുപോലെയുള്ള ആന മണ്ടത്തരങ്ങൾ നടത്തുന്ന ആളുകളെ, ഇവരെയൊക്കെ നമ്മൾ വലിയ പ്രതീക്ഷയോട് വലിയ ഭൂരിപക്ഷം കൊടുത്ത് അധികാരത്തിലെത്തിച്ച് നമ്മളെ ഭരിക്കാനായിട്ട് ഇവരെ ഏൽപ്പിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അസ്ഥിവാരം തോണ്ടി വരുന്ന തലമുറയ്ക്ക് ഒരു നല്ല പ്രൊജക്റ്റ് പോലും കാഴ്ചവെക്കാനില്ലാത്ത ഈ രാഷ്ട്രീയം മാത്രം കളിച്ചുകൊണ്ട് തങ്ങളുടെ പോക്കറ്റ് വീർപ്പിക്കാൻ വേണ്ടി മാത്രം പരിശ്രമിക്കുന്ന ഇവരെ വാസ്തവത്തിൽ കാലഘട്ടം കടന്നു പോകുമ്പോൾ ഇവരൊക്കെ ചവറ്റുകൊട്ടയിൽ എറിയപ്പെടും എന്ന് മാത്രമേ ഉള്ളൂ.